വന്ധ്യതാ ചികിത്സയുടെ ഭാഗമായി IVF ചികിത്സ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവരാണോ നിങ്ങൾ? ഹായ്, ഞാൻ ഡോക്ടർ നിഷായസ്, ഫെർട്ടിലിറ്റി ആൻഡ് IVF സ്പെഷ്യലിസ്റ്റ്, കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ആർക്കൊക്കെയാണ് IVF ചികിത്സ ആവശ്യമായി വരുന്നത്? ഫലൂപ്യൻ ട്യൂബ് അഥവാ അണ്ടവാഹിനി കുഴലുകൾ രണ്ടിലും ബ്ലോക്കുള്ളവർ, സ്റ്റേജ് 4 എൻഡോമെട്രിയോസിസ്, ബീജത്തിൻ്റെ എണ്ണം, ചലനശേഷി ഇവ തീരെ കുറവുള്ളവർ, ബീജമില്ലാത്ത അവസ്ഥയായ അസൂസ്പെർമിയ, വന്ധ്യതയുടെ കാരണം കണ്ടുപിടിക്കാൻ കഴിയാത്ത അവസ്ഥയായ അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി, മറ്റ് ചികിത്സകളൊന്നും ചെയ്തിട്ട് പ്രഗ്നൻസി ആകാത്തവർ. ഇത്തരം കണ്ടീഷൻസിലൊക്കെയാണ് നമ്മൾ IVF ചികിത്സ നിർദ്ദേശിക്കുന്നത്. ഒരു IVF ചികിത്സയുടെ മാക്സിമം സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 50% ആണ്. അത് ഓരോ പേഷ്യൻറ്റിനും അവരുടെ വന്ധ്യതയുടെ കാരണങ്ങൾ അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. സ്വന്തം അണ്ടവും ബീജവും ഉപയോഗിച്ചുള്ള IVF ചികിത്സയുടെ വിശദാംശങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് ലഭിക്കാവുന്ന വിജയ ശതമാനത്തിനെക്കുറിച്ചും അറിയാനായി താഴെയുള്ള വാട്സാപ്പ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.